ബിസിനസ്സുകാർ, ചെറിയ ബിസിനസ്സുകാർ എല്ലാവരും ഉണ്ടാവും മാർക്കറ്റിൽ. ഈ റോഡിൽ നിന്നൊരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, തിരക്ക് പിടിച്ച് പോകണവരുണ്ടാവും, സാധാരണ പോകണവരുണ്ടാവും, എൻജോയ് ചെയ്ത് പോകണവരുണ്ടാവും, പെട്ടെന്ന് കൊണ്ടുള്ളതിൻ്റെ ചിലർക്ക് പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ചില സ്ഥലത്തെല്ലാം നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി വെച്ച് റോഡിൻ്റെ നിയമം അനുസരിച്ച് പോകേണ്ടി വരും. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ആ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. നമ്മൾ എതിര് വരുന്നുണ്ടല്ലോ വണ്ടികൾ, ആ വണ്ടികൾ എതിര് വരുന്നു. നമുക്ക് റൈറ്റ് പോവാം. റൈറ്റ് പോയിട്ട് അപ്പോൾ എനിക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക്. അപ്പം ഞാൻ എന്ത് പണി ചെയ്തു, റൈറ്റ് പോകാമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ആവശ്യമില്ല, സാധാരണ എത്തിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഒന്ന് റൈറ്റ് പോകാമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് പെട്ടെന്ന് വീട്ടിലെത്തേണ്ടി വരും. അപ്പോൾ നോക്കൊരു ബൈക്ക് കണ്ടില്ലേ, അപ്പോൾ അയാൾ പോയാലേ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ചില സമയത്ത് ചിലർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഉറച്ച തീരുമാനം നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം കീഴടക്കുക എന്നതാണ്. അപ്പം നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഇറങ്ങണം. ഓക്കെ, പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയാലും റോട്ടുമ്പിൽ ഇറങ്ങിയാലും അതിൻ്റെ റൂൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏത് വില കൂടി ഏത് വില കുറഞ്ഞ വണ്ടികളായാലും ഇന്ധനം ഇല്ലാതെ അതിന് പോകാൻ പറ്റില്ല. ഓക്കെ, എല്ലാവർക്കും സെയിം സിസ്റ്റമാണ്. സെയിം സിസ്റ്റത്തിലാണ് എല്ലാവരും പോകുന്നത്. അതിന് വലിയവനായാലും ചെറിയവനായാലും എല്ലാവരും സെയിം സിസ്റ്റത്തിലാണ് പോകുന്നത്. ഓക്കെ, ആ സിസ്റ്റത്തിൽ നമ്മൾ പോകുന്നു. ഓക്കെ, ഇപ്പം വില കൂടിയ വണ്ടി, വില കുറഞ്ഞ വണ്ടി ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ എല്ലാ റോഡിൽ നിൽക്കും, ഓഫായി പോകും. അതേമാതിരി നമ്മളെ ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്കില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് വേണം. സപ്പോർട്ടില്ല നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ എങ്ങനെ ആയാലും ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് വന്ന് കിട്ടിയേ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ റൈറ്റ് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാ സ്ട്രേറ്റ് വണ്ടി വരുന്നു. അവന് ഞാൻ ചാൻസ് കൊടുത്തു. ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. അതാണ് ജീവിതം. ജീവിതത്തിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്താലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. വിട്ടുവീഴ്ചകൾ ചെയ്യാനാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല.